ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരത്തെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, പിതൃകർമ്മ ആത്മീയതയുടെ 221 സെഷനാണല്ലോ ഇത്. 6-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 61 വിചിന്തനവും. ഹാലലൂയ ഹാലലൂയ. 6-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 11 അധ്യായത്തിന്റെ 5-ാമത്തെ ഖണ്ഡികയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആത്മാവിന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഭീകരമായ അസഹനീയമായ വേദനയെക്കുറിച്ച് വിശദീകരിക്കാൻ മദ്രസ പരിശ്രമിച്ചു വരികയായിരുന്നല്ലോ. എൻ്റെ വേറെ വശം മദ്രസ പറയുകയാണ്, ഇതൊരു ന്യൂനതയാണ് നിങ്ങൾ പറഞ്ഞേക്കാം. ഏത്? ഇങ്ങനെ അങ്ങ് വേദനിച്ച് വിഷമിച്ച് നിശ്ചിതമായ നിസ്സഹായതയിൽ കഷ്ടപ്പെടാൻ ഇടപെടുന്ന ഒരു ന്യൂനതയല്ല. ആത്മീയമായിട്ട് ഇത്ര വളർന്ന ആള്, സ്വയം സമ്പൂർണ്ണ ഉപേക്ഷിച്ച ആളാണെങ്കിൽ ഇത്ര വേദന ഇങ്ങനെ ഉണ്ടാകുമോ എന്നൊരു ചിന്ത വെച്ച് ആ ചിന്ത ആൾക്കാർക്ക് ഉണ്ടാകാമെന്ന് കണ്ടിട്ട് മദ്രസ പറയാണ്, ഇതൊരു ന്യൂനതയാണ് നിങ്ങൾ പറഞ്ഞേക്കാം. അവൾ ദൈവത്തിന് സമ്പൂർണമായി ആത്മാർപ്പണം ചെയ്തതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അവിടുത്തെ തിരുമനസ്സിന് അവൾ കീഴ്പ്പെടാത്തതെന്ന് ചോദിച്ചേക്കാം. ഇത്ര ബഹളം വെക്കുന്ന എന്തിനാ? ദൈവം വിളിക്കുമ്പോൾ പോയാൽ പോരെ? ദൈവം തൻ്റെ സാന്നിധ്യം ഒരു സായുജ്യ അനുഭവമായിട്ട് വെളിപ്പെടുത്താൻ തിരുമനസ്സാകുമ്പോൾ കിട്ടിയാൽ പോരെ? അതുവരെ ക്ഷമിച്ച് കാത്തിരുന്നാൽ പോരെ? അതിനുള്ള ശേഷിയൊന്നും ഇല്ലേ? അത്ര ആത്മനിയന്ത്രണം ഇല്ലേ എന്നൊക്കെ വേണം ചോദിച്ചേക്കാം. ഇത്ര മുഴുവൻ ഉപേക്ഷിച്ച ആളാന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എത്ര വേദനിക്കുന്നത് എന്തുകൊണ്ടാ? അതൊരു ന്യൂനതയല്ലേ? അപ്പൊ ആ വേദന എന്ന് പറയുന്നത് ശരിക്കും പോരായ്മയല്ലേ എന്ന ചിന്ത വരാം. മനസ്സിൽ പറയാണ്, ഈ നിമിഷം വരെ അവൾക്ക് അത് സാധ്യമായിരുന്നു. ഏത്? അങ്ങനെ ഏത് സ്വന്തം താല്പര്യവും ഉപേക്ഷിച്ച് കാത്തു നിൽക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനൊരു ആഗ്നേയ അസ്ത്രം വന്നങ്ങ് കത്തിച്ചു കഴിയുമ്പോഴേക്കും അവളുടെ സകല നിയന്ത്രണവും വിട്ട് അവൾ തമ്പുരാന് വേണ്ടിയിട്ട് ഇങ്ങനെ കാറി പോകുന്ന ഒരു ആഗ്രഹം കൊണ്ട് ജ്വലിക്കുകയാണ്. അപ്പൊ അതുവരെ അഗ്നേയസ്ത്രം വന്ന് കത്തുന്ന വരെ, ആ ഒരു കത്തൽ ഉണ്ടാകുന്നതിന് വരെ അവൾക്ക് സമ്പൂർണ്ണ സ്വയംപരിത്യാഗം തന്നെയാണ്. ഇവിടെ സ്വയംപരിത്യാഗം ഇല്ലെന്നല്ല, പക്ഷെ ആഗ്രഹ സ്നേഹം കൊണ്ട് അവൾ കത്തുകയാണ്. ഈ നിമിഷം വരെ അവൾക്ക് സാധ്യമായിരുന്നു. ആയുഷ്കാലം മുഴുവനും അങ്ങനെ തന്നെയാണ് അവൾ ചെലവഴിച്ചിട്ടുള്ളതും. അവളുടെ ജീവിതം മുഴുവൻ അങ്ങനെ തന്നെയാണ്. വേറെ അവൾക്ക് സ്വന്തമായിട്ട് ഒന്നും ഒരാഗ്രഹമില്ല. സമ്പൂർണ്ണമായിട്ട് ദൈവത്തെ രക്ഷത്തിന് വിട്ടുകൊടുത്ത ആൾ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അത് അസാധ്യമത്രേ. ഇപ്പൊ അത് പറ്റുന്നില്ല. വിവേചന ശക്തിയിൽ സ്വാധീനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് അവളിപ്പോൾ. അവൾക്ക് തന്നെ ഒന്ന് വിവേചിച്ചിട്ട് ഇങ്ങനെ ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കാത്തു നിന്നാൽ മതി, ദൈവം തന്റെ സമയത്ത് ഇടപെട്ടുകൊള്ളും എന്നൊക്കെ സ്വയം ചിന്തിച്ച് വിവേചിച്ച് ശാന്തമായിട്ടിരിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. വിവേചന ശേഷി തന്നെ അവളുടെ കയ്യിൽ നിന്ന് പോയി. ആ ഏരിയ ഒന്നും അവൾക്കില്ല. ഇപ്പം ആത്മീയശക്തികളെല്ലാം സ്തംഭനാവസ്ഥയിലാണെന്ന് പറഞ്ഞ കൂട്ടത്തില് വിവേചന ശക്തിയും തീർന്നു പോയിരിക്കുകയാണ്. വിവേചന ശക്തി സ്വാധീനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് അവളിപ്പോൾ. വേദനയുടെ നിദാനത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ അവൾക്ക് കഴിവില്ല. ഈ വേദനയുടെ കാരണം, നിദാനം, അതേക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ എന്താ വേദന കാരണം? ദൈവത്തെ കിട്ടുന്നില്ല, ദൈവത്തിന്റെ കൂടെ ആകാൻ പറ്റുന്നില്ലല്ലോ, ഇതാണ് കാരണം. ആ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. തൻ്റെ സർവസ്വവുമായ ദൈവത്തിന്റെ അസാന്നിധ്യത്തിൽ ജീവിക്കുവാൻ എങ്ങനെ അവൾക്ക് താല്പര്യമുണ്ടാകും? അതുപോലെ ദൈവത്തിന് വേണ്ടി ആഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതല്ലാതെ അവരൊന്നും പറ്റിയല്ല. അപ്പൊ ഒരു തരത്തിൽ താല്പര്യമില്ല ഒന്നും. അനിതര സാധാരണമായ ഒരു ഏകാന്തത അവൾക്ക് അനുഭവപ്പെടുന്നു. എല്ലാത്തിനും നടുവിൽ അവൾക്കൊരു ഏകാന്തതയാണ്. ദൈവം ഇല്ല, അതിന്റെ ശൂന്യതയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം പോലും കിട്ടുന്നില്ല. വേറെ ആരെല്ലാം ഉണ്ടായാലും എന്തെല്ലാം ഉണ്ടായാലും അതൊന്നും പറ്റിയല്ല. അമ്മയെ കാണാതെ കരയുന്ന കൊച്ചിനെ എന്തെല്ലാം കാണിച്ചു കൊടുത്താലും കുഞ്ഞിന് അല്പനേരം വേണേ നോക്കിയിട്ട് ചിരിച്ചു കാണിക്കും. പൂ കാണുമ്പോൾ, പശുവിനെ കാണുമ്പോൾ, ആട്ടുകുഞ്ഞിനെ കാണുമ്പോൾ. പക്ഷെ പിന്നെ അടുത്ത നിമിഷം അമ്മ കാരാൻ തുടങ്ങും. കാരണം കൊച്ചിന് അമ്മയുടെ സ്ഥലത്ത് ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പം എന്തെല്ലാം വേറെ കാട്ടിക്കൊടുത്താലും സമ്മതിക്കാലെന്ന് പറയുന്ന പോലെ അവൾക്ക് തുണ നൽകാൻ ഭൂമുഖത്തുള്ള യാതൊരു സൃഷ്ടിക്ക് സാധിക്കുകയില്ല. സ്വർഗത്തുള്ളവർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല. തൻ്റെ സ്നേഹവാചനം ഒഴികെ മറ്റു സമസ്തവും ദുരിത നിർഭരമാണ്. വേറെ ഒന്നും അവൾക്ക് താല്പര്യമില്ല. നമ്മുടെ സങ്കീർത്തനത്തിന് 27-ാം സങ്കീർത്തനത്തിന് 4-ാം വാക്യത്തില് ഞാൻ ഒരു കാര്യം കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, അതിനെ വീണ്ടും ചോദിക്കുന്നു. എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ വസിക്കണം, അവിടുത്തെ മാധുര്യ ആസ്വദിക്കണം, സ്വരം കേൾക്കണം എന്ന് പറഞ്ഞ് കേടുന്ന സങ്കീർത്തനെ കാണാൻ പറ്റും. അതേ സങ്കീർത്തനം തന്നെ 27 തന്നെ 8-9 വാക്യങ്ങളും ഞാൻ അവിടുത്തെ മുഖമാണ് തേടുന്നത്, എനിക്ക് വേറെ ഒന്നും വേണ്ട, ആരുടെ മുഖം പോലും എനിക്ക് കാണാൻ താല്പര്യമില്ല, ആ തിരുമുഖ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറയുന്ന സങ്കീർത്തനെ കാണാൻ പറ്റും.
ഒരു സങ്കീർത്തനം അനുഭവിച്ചത് മദ്രസയുടെയും മിസ്റ്റിക് അനുഭവത്തിന്റെ ഒരു തരം തന്നെ ആയിരിക്കും ദാവീദ് അന്ന് ആത്മീയ നിറവിൽ ജീവിച്ചപ്പോൾ അനുഭവിച്ചത്. ആ ഒരു 27-ാം സങ്കീർത്തനം പങ്കുവച്ചിരിക്കുന്നത്. വേറെ ഒരു ആഗ്രഹവും ഇല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്നാണ് എത്തുക എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് വേറെ കിടക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ കിട്ടാത്തപ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടുന്നു, പരാതിപ്പെടുന്നു. നമ്മൾ എത്രയോ പുറകിൽ ആത്മീയമായിട്ട് ആത്മീയ ജീവിതത്തിന്റെ നമ്മൾ കടന്നു വരേണ്ട ഔന്നത്യങ്ങൾ, കടന്നു പോകേണ്ട കാലങ്ങൾ എന്തുമാത്രമാണെന്ന് തിരിച്ചറിയാനെങ്കിലും നമുക്ക് അമദ്രേശ്യ പങ്കുവെക്കുന്ന അനുഭവങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. ആകാശത്തിനും ഭൂമിക്കും മധ്യ തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നുക. താഴെയുള്ള യാതൊന്നിനോടും അവൾക്ക് ബന്ധമില്ല, മുകളിലേക്ക് ഉയരുക സാധ്യവുമല്ല. ഇതാണ് അവസ്ഥ. ഈശോ കുരിശിൽ കിടക്കുന്നത് ഇങ്ങനെയല്ലേ? ഭൂട്ടജേഷി പറയുന്നുണ്ട്, ആകാശത്തിനും ഭൂമിക്കും മധ്യേ രണ്ടിനും വേണ്ടാത്തവ പോലെ കിടന്നു ഈശോ എന്ന ഭൂട്ടജേഷി പറയുന്നത്. ഭൂമി പറഞ്ഞു, ഭൂമിയിലുള്ളവർ പറഞ്ഞു, യഹൂദരും പിലാത്തോസും സ്വന്തക്കാരും നാട്ടിലെല്ലാം പറഞ്ഞു, ഇവരെ ഞങ്ങൾക്ക് വേണ്ട, കൊണ്ട് ക്രൂശിക്കുക. ഈശോയെ കുറിച്ച് പറഞ്ഞു, കൊണ്ട് ക്രൂശിക്കുക. വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കുരിശ് തറച്ചിട്ട് ഭൂമിയിൽ നിന്ന് പൊക്കി വെച്ചിരിക്കുകയാണ്. ഇവരെ ഞങ്ങൾക്ക് വേണ്ട, ഭൂമിക്ക് ഈശോയെ വേണ്ട. സ്വർഗമോ ഇവിടെ സ്വീകരിക്കുന്നുമില്ല. പിതാവെ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു, എന്നെ നിനക്കും വേണ്ടേ? ഈശോ നിലവിളിക്കുകയാണ്. അപ്പം പുള്ളജക്ഷ്യം പറയാണ്, സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ രണ്ടിനും വേണ്ടാത്തവരെ പോലെ ഈശോ കിടക്കുകയാണ്. അതേ ഒരു ചിത്രം തന്നെ ഇവിടെ അമദ്രജ പറഞ്ഞു വരുന്നത്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ഭൂമിയോട് ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് പൊങ്ങി പോവുകയാണ്. ഭൂമിയെ വേണ്ട, ഉപേക്ഷിച്ചു. സ്വർഗത്തിലേക്ക് പോകാൻ, ആകാശത്തേക്ക് കയറാനും പറ്റുന്നില്ല, രണ്ടിന്റെ ഇടയ്ക്കാണ്. താഴെയുള്ള യാതൊന്നിനോടും അവർക്ക് ബന്ധമില്ല, മുകളിലേക്ക് ഉയരുക സാധ്യവുമല്ല, അങ്ങ് പോകാൻ പറ്റുന്നില്ല. ദാഹനിമിത്തം അവൾ ഉണങ്ങി വരളുകയാണ്. ദാഹനിമിത്തം, വീണ്ടും കുരിശനുഭവം, എനിക്ക് ദാഹിക്കുന്നു ഈശോ. അതൊരു വെള്ളം കുടിക്കാനുള്ള ദാഹമല്ല, അതവിടെ ഉണ്ട്. ശരീരത്തിന്റെ ദാഹമുണ്ട്, രക്തമെല്ലാം മാറുന്നു, വെള്ളം കുടിക്കാൻ തൊണ്ടയും ചൊടിയെല്ലാം വരണ്ട അവസ്ഥയിൽ വെള്ളം കുടിക്കാൻ ഈശോ ആഗ്രഹിച്ചു, ശരിയാണ്. പക്ഷെ അതിനപ്പുറമുള്ള ദാഹമാണ് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം. അതിനൊപ്പമുള്ളതാണ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. ദാഹനിമിത്തം അവൾ ഉണങ്ങി വരളുകയാണ്. ജീവജലമോ അപ്രാപ്യവും, കിട്ടുന്നില്ല. സഹിക്കാവുന്ന ഒരു ദാഹമല്ല അത്. അതിന്റെ ശമനത്തിന് യാതൊന്നും ഉപകരിക്കുന്നില്ല. നമ്മുടെ കർത്താവ് ശമരിയക്കാരോട് പറഞ്ഞ ജലം, യോഹന്നാൻ 4:7-13 കൊണ്ടല്ലാതെ അത് ശമിക്കണമെന്ന് നമുക്ക് ആഗ്രഹവുമില്ല, പക്ഷെ ലഭ്യവുമല്ല. അപ്പൊ തമ്പുരാനെ കൊണ്ട് മാത്രമേ ഈ ദാഹം തീരുകയുള്ളൂ. അങ്ങനെ അവൾ നിൽക്കുന്ന അവസ്ഥ, ദാഹിച്ച് വരണ്ടായിരിക്കുന്ന ഒരവസ്ഥ. ഇതിൽ അമദ്രസ്യ ഈ അനുഭവത്തെ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളും മാനുഷിക ഭാഷാപരമായ ശൈലികളും ഇമേജറീസ് എല്ലാമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.